ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജാനുവരി 20, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേര് വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു, താങ്ക്സ് പറയുന്നു. ചേച്ചിയുടെ വകയും എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവുപടി നേരം വെളുത്ത് നമ്മുടെ ചാക്കോച്ചൻ നടയിലേക്ക് നോക്കി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് പറയും ഇങ്ങനെ കിടത്തല്ലേന്ന്. ഇതിപ്പോൾ ചില സമയത്ത് ആ ലൈറ്റ് കാണുമ്പോൾ അവൻ നോക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞു താഴെ കിടത്തണം, കളിക്കണം. അവനെ മുകളിലാവുമ്പോൾ ഡിവൈൻ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ താഴെ കെടുത്തുമ്പോൾ അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവനങ്ങനെ കെടുത്തുന്നത്. പിന്നെ എനിക്കും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പോകുമ്പോൾ എനിക്കങ്ങനെ കുമ്പിട്ട് നോക്കാനുള്ള ഒരു സുഖമില്ല. അതുകൊണ്ടാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് അവനെ താഴെ വരുമ്പോൾ പൊക്കത്ത് കിടത്തുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ ഇതൊന്നുമല്ല. അങ്ങനെ രാവിലെ ഇന്ന് ഞാൻ കുറേ വൈകിട്ട് എണീറ്റ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പണി ഇത്തിരി കൂടിപ്പോയി, ആ ഇരിപ്പ് എന്ന് അത് ശരിക്കും ബാധിച്ചു കേട്ടോ. രാത്രിയിൽ എനിക്ക് ഭയങ്കര പുറം വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിച്ച് രാവിലെ ആയപ്പോഴേക്കും ആ വേദനയ്ക്ക് ഒരു കുറവ് വന്നു. പക്ഷേ ഒരു 9:45 തോന്നുന്നുണ്ട്, ഞാൻ 9:30 കഴിഞ്ഞു ഞാൻ എണീക്കുമ്പോൾ. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ദോശയും ചമ്മന്തിയായിരുന്നു. എനിക്കുള്ള ദോശയും ചമ്മന്തിയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തോടെ ഷേവ് ചെയ്തു. ഇന്ന് ചേറൂര് പള്ളി പെരുന്നാളാണ്, ഡാഡിയുടെ മൂത്ത പെങ്ങളുടെ അവിടെ പെരുന്നാളാണ് സജീവച്ചൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാഡി ഇന്ന് സാധാരണ സൺഡേയ്സാണ്, ഞായറാഴ്ച ദിവസങ്ങളാണ് ഷേവ് ചെയ്യാറ്. ഇന്നിപ്പോൾ വേഗം ശനിയാഴ്ച തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ പോണ കുട്ടിയുടെ ഈറ്റബിൾ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സഖാവ് ഇറങ്ങി വന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരം വെളുത്ത് എണീറ്റ് അവിടെ പ്ലേ സ്കൂളിലേക്ക് പോകാനുള്ള ഡേ കെയറിലേക്ക് പോകാനുള്ള ഡ്രസ്സും കൊണ്ടാണ് മൂപ്പര് താഴേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഈറ്റബിൾ ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഡിവൈൻ നോക്കിയിരിക്കുക. അവൻ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോഴാണ് അവനെയും കൊണ്ട് ഡേ കെയറിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ വന്നിട്ട് ചാക്കോച്ചനെ കളിപ്പിക്കുകയാണ്. രാവിലെ എണീറ്റിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവനാച്ചാൽ ചാക്കോച്ചൻ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് അവൻ്റെ ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോൾ ഒന്ന് പതുക്കെ എണീറ്റു. എന്നാലും സാരമില്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവൻ പോവുകയാണല്ലോ. അപ്പോൾ ഇന്ന് തോമൂന് നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള പോക്കാട്ടോ. അപ്പോൾ മൂപ്പരെങ്ങനെയാണോ പറയണത് അതനുസരിച്ചാണ് നീങ്ങണത്. ഇപ്പോൾ ചില ദിവസം പറയും നടന്നു പോകാമെന്ന്, ചില ദിവസം പറയും ഓട്ടോയിൽ പോകാമെന്ന്, ചില സമയത്ത് അപ്പാപ്പൻ്റെ കൂടെ പോകാമെന്ന് പറയും. അങ്ങനെയാണ് മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ടടുത്തല്ലേ, അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ. അങ്ങനെ അമ്മയും മോനും കൂടിയിട്ട് ഗേറ്റ് കടന്നതും ഒരു ഓട്ടോ വന്നു. അപ്പോൾ പിന്നെ തോമുന് ഓട്ടോയിൽ പോയാൽ മതി എന്നായി. അങ്ങനെ തോമും അമ്മയും ഓട്ടോയിൽ പോയിട്ടോ. അത് കഴിഞ്ഞ് ഇന്നത്തെ ഡിവൈൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ തോമുൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം, അവന് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ അവ ഇല്ലാത്തപ്പോൾ പോയാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ തന്നെ ഡോണിൻ്റെ അടുത്ത് പോയിട്ട് ഡോണും ഡിവൈനും കൂടി പോയിട്ട് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം കേട്ടോ. ഡിവൈൻ്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അപ്പാപ്പനകത്തുണ്ടല്ലോ, ഞാൻ വേഗം പരിയപ്പുറത്ത് പോയിട്ട് അപ്പാപ്പ ഉള്ള സമയത്ത് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ തുണികളൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടു. അകത്തിട്ടതിന് ശേഷം ഞാൻ അപ്പാപ്പനോട് പറഞ്ഞു ഇനി പുറത്തേക്ക് പൊക്കോന്ന്, കാരണം കുട്ടി കരഞ്ഞാലൊന്നും നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ അകത്ത് കൊണ്ടിട്ടിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഡാഡി പുറത്ത് പോയിട്ട് വേഗം തന്നെ വന്നു. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് മൊത്തം നോക്കി ഒന്ന് അടിക്കേണ്ടിടത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് വേഗം പരിയപ്പുറത്തെ പണികൾ അവസാനിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നേരത്തോടെ ഞങ്ങൾക്ക് ചെറൂർക്ക് പോകണം, പെരുന്നാൾക്ക് പോകണം. അപ്പോൾ നേരത്തെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷെ പോയി വന്നപ്പോൾ 8 മണിയായിട്ടോ. അപ്പം ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ വേഗം കഴിച്ച് എനിക്കാണെന്ന് എവിടേക്കെങ്കിലും പോവാമെന്ന് പറഞ്ഞാൽ ഒരു വശത്തുനിന്ന് ഒതുക്കി വരണം, എന്നാലേ എനിക്കൊരു സ്വസ്ഥതയുള്ളൂ. അത് നല്ല ശീലമാണോ എന്ന് ചോദിച്ചാൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ആദ്യം പരിയപ്പുറം ഫുൾ 3 ഭാഗവും കഴിഞ്ഞ് അവരെ കൂട്ടിലാക്കി. അത് കഴിഞ്ഞ് നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടോ. അതിലൊന്നാണ് നമ്മളുടെ ജനലുകൾ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ഒന്ന് തുറക്കുക. പ്രത്യേകിച്ച് ഫ്രണ്ട് ഡോറിൽ നിന്ന് നേരെ ബാക്ക് ഡോറിലേക്ക് വരെ എത്തുന്ന വല്ല ജനലുകളുണ്ടെങ്കിൽ, ഇടയിൽ അടച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അതൊന്ന് തുറന്നിടണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ബെഡ്റൂമിലത്തെ ജനലോ അടുക്കളയത്തെ ജനൽ അങ്ങനെയുള്ളതല്ല കേട്ടോ.
നമ്മളുടെ വാതിലിനോട് നേരെ ഏതെങ്കിലും ഒരു ജനലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഒരു തടസ്സമില്ലാത്ത രീതിയിലാവാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളതൊന്ന് തുറന്നടച്ചോളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ വശത്ത് കോണിയുടെ അടിയിലൊരു ജനലുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം എപ്പോഴും കുറ്റി ഇടാണ്ട് വെക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നടയ്ക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പിന്നത്തെ എൻ്റെ പണി ഫ്രിഡ്ജിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കലാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുപ്പിയിൽ കുറവുണ്ട്. നേരെ മറ്റേ ഇതിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്കുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ബാക്കി ഒരു പാത്രം വൈകുന്നേരം ഒഴിക്കാനുള്ളത് വെച്ചു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അടുക്കളപ്പണി ഇല്ല. ഞാൻ ഡിവൈനോടും ഡോണിനോടും പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ കഴിച്ചിട്ട് പോരെ, എന്തായാലും ലേറ്റ് ആവും, കുറേ പർച്ചേസിങ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കഴിച്ചിട്ട് പോരെ. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ആ ചേട്ടയ്ക്ക് ഒരു പൊതിച്ചോറ് വാങ്ങി കഴിക്കാനായിട്ടൊരു ഇഷ്ടമാണ്, ഡാഡിയെ കൊണ്ട് പൊതിച്ചോറ് വാങ്ങിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തോളാം, നിങ്ങൾ പുറമേ നിന്ന് കഴിച്ചിട്ട് വന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുക്കള മൊത്തം എന്താ പറയുക, അടുക്കളയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഒതുക്കാം. അപ്പോൾ സാധാരണ കുറേ പേരുടെ വിചാരം ചോറും കൂട്ടാനും വെക്കലും മാത്രമാണ് പണിയെന്നാണ്. ചിലർ പറയും അലക്കും അടിച്ചു വരലും തുടയ്ക്കലും ചോറും കൂട്ടാനും വെച്ചാൽ പണി കഴിഞ്ഞു. പക്ഷേ നമ്മൾ കാണാത്ത കുറേ പണികളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നതാണ് ഞാൻ. അപ്പോൾ വലിയ വലിയ പാത്രങ്ങളിലത്തെ സാധനങ്ങളെടുത്ത് കൊച്ചു പാത്രങ്ങളിലേക്ക് ആക്കുക, അതുപോലെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കമത്തി ഉണക്കി വെക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്തൊരു സാധനം കൊണ്ടുവരുമ്പോൾ നമുക്ക് നേരെ എടുത്ത് തുടയ്ക്കുകയും കൂടി വേണ്ട, അതിലേക്ക് എടുത്ത് നിറച്ചാൽ മതി. അല്ലാത്ത പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ കമത്തി വെച്ച് അങ്ങനെ തന്നെ മൂടിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു പൊട്ട മണം ഉണ്ടാവും, തുടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ആ സമയത്ത് ഇരട്ടി പണിയെടുക്കേണ്ടി വരും. തിരിച്ച് ഇങ്ങനെയാവുമ്പോൾ നമ്മൾ അപ്പം കഴുകി ഒന്ന് കമത്തി ഇതുപോലെ കമത്തി വെക്കുക. അതായത് താഴെ മുട്ടരുത്, എവിടെയെങ്കിലും ഒന്ന് കയറ്റി വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ പാത്രം ശരിക്കും ഉണങ്ങും. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മണവും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം അവിടെ നിന്ന് നേരെ എടുക്കുക, അതിനിടുക, തിരിച്ച് വയ്ക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനാണ് ഈ ഫ്രിഡ്ജ് ഒതുക്കണ ആൾ ഞാനാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വലിയ പാത്രങ്ങളിൽ നിന്നൊക്കെ ചെറിയ പാത്രത്തിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് കടന്ന് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശമാവ് വേഗം ഞാനത് പകർത്തി ചെറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്ന പോലെ അത് പകർത്തി വെച്ചു. അത് കഴിഞ്ഞ് ചൂടുവെള്ളം ആയി. അപ്പോൾ ഞാൻ ആ അടുപ്പ് ഓഫ് ചെയ്തപ്പോൾ 20 മിനിറ്റാണ് ഞാനത് തിളപ്പിക്കുക. അപ്പോഴേക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴും ചാക്കോച്ചൻ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങണ കാരണം എനിക്ക് പണികൾക്കൊന്നും ഒരു ശല്യം ഉണ്ടായില്ല. പിന്നെ അവനെക്കൊണ്ട് അങ്ങനെ വലിയ ശല്യവും ഇല്ല കേട്ടോ. എന്തെങ്കിലും വിശന്നാൽ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും അല്ല കേട്ടോ, പാല് കൊടുക്കുക, കിടന്നുറങ്ങുക. അപ്പോഴേക്കും ഡാഡി വന്നു. ഡാഡി എനിക്ക് പൊതിച്ചോറും മീൻ വറുത്തതും പിന്നെ സാമ്പാറും കൂടി കൊണ്ടുവന്നു. അപ്പോൾ ഒരു പാക്കറ്റ് പാല് ഞാനിപ്പോൾ വെച്ചിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് നാളെ തോമുട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേ ആയിട്ട് എപ്പോഴും പുറത്ത് പോവും. അപ്പോൾ എൻ്റെ വക ഒരു പായസം ഇരിക്കട്ടെ വെച്ചിട്ട് ഞാൻ പായസം ഉണ്ടാക്കാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഫ്രിഡ്ജ് ഒതുക്കിയപ്പോൾ പുതിന 2 ആഴ്ചയിലത്തെ പുതിനയുടെ ഇല അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉണക്കാൻ വെച്ചത്. അപ്പോൾ അത് ഉണക്കി കഴിഞ്ഞ് കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതൊന്ന് പൊടിയും. അപ്പോൾ ഈ കസൂരി മേത്തി പോലെ തന്നെ നമുക്കതൊരു കുപ്പിയിലാക്കി വെച്ചാൽ പുതിനയുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പുതിന ചട്നിക്കോ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക മിൻറ്റ് ലൈം ഉണ്ടാക്കുമ്പോഴോ ഇതൊന്ന് ഒരു തുണ്ട് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ്. ഞാൻ പറഞ്ഞില്ലേ റോസ് പെറ്റൽസ് ഉണങ്ങി വെക്കുന്ന പോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ്റെ പതുക്കെ എണീറ്റു. അവൻ എണീറ്റ് കഴിഞ്ഞ് കളി തുടങ്ങി. പിന്നെ ഡാഡി ഉള്ള കാരണം എനിക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എൻ്റെ പണികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിവൈൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവൻ മിടുക്കരായിട്ട് കളിക്കായിരുന്നു. അപ്പോൾ അതേ ചാക്കോച്ചൻ്റെ കൈമലത്തെ ഈ വള കണ്ടിട്ട് കണ്ടമാനം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ. കാരണം ഞാൻ കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ കൈമ കിടക്കണ കരിമണി ഓച്ചു 28-ന് കുട്ടിക്ക് കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണം. അപ്പോൾ തോമുവിൻ്റെ വിശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബബിൾസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും അവനെ എന്ത് ചെയ്യണു ഏത് ചെയ്യണു എന്നുള്ളത് വീഡിയോ കോൾ വഴിയും
മെസ്സേജുകൾ അയച്ചിട്ടും ഒക്കെ ഡിവൈനെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ പോയാലും നമുക്കൊരു സമാധാനമാണ്, ആ കുട്ടി ഇന്നതാണ് ചെയ്യണേ, ഇന്നതാണ് ചെയ്യണേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ, അങ്ങനെ ഒരു സ്ഥലത്തായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പുറത്ത് നമ്മുടെ പാച്ചൂട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചൂട്ടനും അമ്മയും കൂടിയിട്ട് ഇന്ന് മറ്റേ അവരുടെ ഒരു പാർട്ടി ഉണ്ട് നീനുവിൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച്. അപ്പോൾ അവർ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പാച്ചുവും അമ്മയും പപ്പയിൻ്റെ അവിടെ, മമ്മിയും ആശയും എന്തോ ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആക്കിയിരിക്കണം അവിടുത്തെ വിശേഷങ്ങൾ. അവിടെ നിന്നും അത് ഈ പറഞ്ഞ പോലെ വീഡിയോസ് അയക്കുന്നുണ്ട്, ഫോട്ടോസ് അയക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അമ്മാമ്മ ഇവിടെ 3 പേരക്കുട്ടികളുടെ വിശേഷം കേട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ ഇവന് സത്യം പറഞ്ഞാൽ മറച്ചൊന്നും പറയാറില്ലല്ലോ. അപ്പം ഞാൻ മെയിനായിട്ട് കുഞ്ഞു കുട്ടികളോട് വർത്തമാനം പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരോട് നമുക്ക് സങ്കടം പറയാം, സന്തോഷം പറയാം, ഇവർ പ്രതികരിക്കില്ല. പക്ഷേ ഇവർ ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സങ്കടപ്പെട്ടിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കണമെന്ന് വെച്ചാൽ അവരുടെ ചിരിയിൽ നമ്മുടെ സങ്കടം അങ്ങോട്ട് അലിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ അവരുടെ ചിരി കാണുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാവും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ മനസ്സ്, കുട്ടികളുടെ ചിരി എന്ന് പറഞ്ഞാൽ നമുക്കതാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ അവരതിന് വേറൊരു ഭാഷയിൽ മറുപടി പറയില്ല, അവർ ചിരിച്ചും കൊണ്ട് പ്രതികരിക്കും. അത് കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. അതാണ് പറയില്ലേ, കുഞ്ഞുങ്ങളെ പോലെ ആവണം നമ്മൾ എന്ന് പറയും. അതായത് എന്ത് കാണുമ്പോഴും ചിരിച്ച് പ്രതികരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാണുന്നവർക്കും പറയുന്നവർക്കും ഒക്കെ ഭയങ്കര ആശ്വാസവും. അങ്ങനെ അപ്പാപ്പൻ പൊതിച്ചോറ് കൊണ്ടുവന്ന് തുറന്ന നേരത്താണ് പാച്ചു ചാക്കോച്ചൻ എന്താ പറയുക, അവന് പാല് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരച്ചിൽ. അപ്പം തന്നെ എനിക്ക് തോന്നി അവന് വയറ്റിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ ഡാഡീനെ അവിടെ ഇരുത്തിയിട്ട് പതുക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങി. അപ്പോഴേക്കും ഡാഡി, അപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതിച്ചോറ് കൊണ്ടുവരുന്ന ദിവസം ഞങ്ങൾ 2 പ്ലേറ്റിലൊന്നും ഇടില്ല കേട്ടോ. ഞാനും ഡാഡി ആ ഒരൊറ്റ പ്ലേറ്റിൽ നിന്ന് വാരി കഴിക്കുകയാണ് ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം. അപ്പോൾ അതിൽ സാമ്പാറും മീൻ വറുത്തതും കൂർക്ക ഉപ്പേരി, അച്ചാർ, പിന്നെ എന്നിട്ട് ഒരു കൂട്ടം കൂടി ഉണ്ടായിരുന്നു, തോരന ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഞങ്ങൾ ഡാഡി പകുതി തിന്നിട്ട് പകുതി ചോറ് അതിൽ വെച്ചിട്ട് ചാക്കോച്ചൻ്റെ അടുത്തേക്ക് പോയി, ബാക്കി പകുതി ഞാനും എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾ എന്നെ കളിയാക്കും ഈ പൊതിച്ചോറ് വാങ്ങിക്കുന്നതിന്. പക്ഷേ എന്തോ കുറേ കാലം കൂടുമ്പോൾ എനിക്കിങ്ങനെ ഒരു പൊതിച്ചോറ് തിന്നാൻ വലിയ ഇഷ്ടം. അപ്പോൾ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഗോതമ്പ് പായസം ഉണ്ടാക്കിയത് കേട്ടോ. കാരണം ഞാൻ ഈ അടുത്ത് എവിടെയോ ഒരു സദ്യക്ക് പോയപ്പോൾ എനിക്ക് ഗോതമ്പ് പായസം കിട്ടി. അപ്പോൾ അതിൽ പപ്പടം കൂട്ടി തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എനിക്കൊരു പൂതി ഗോതമ്പ് പായസം വെക്കാമെന്നും പപ്പടം കൂട്ടി തിന്നാമെന്നൊക്കെ. അപ്പോഴേക്കും ഡിവൈൻ ഡേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. തോമോനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഞാനതെന്താണെന്ന് പറയുന്നില്ല, സർപ്രൈസ് ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് നാളെ കാണാം കേട്ടോ. നിങ്ങൾ ഈ നേരം കൊണ്ട് കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഇത് ഡിംപിളിന് 2 ഡ്രസ്സ് 2 ബൂട്ടിക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ, സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഡിംപിളിന് എത്തിക്കണം അത്. കാരണം കുട്ടി സാധനം കണ്ടിട്ടുണ്ട് എങ്കിലും ഉപയോഗിക്കണമെങ്കിൽ കയ്യിൽ കിട്ടണ്ടേ. അപ്പോൾ ഒന്നെങ്കിൽ കൊറിയർ ചെയ്യണം, അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ 8 ഫംഗ്ഷനാണ് വരണേന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിനുള്ളത് സ്റ്റിച്ച് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തോടെ പട്ടികളുടെ അവർക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ നേരത്തോടെ വേവിച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ പോകണം എന്ന്. അപ്പോൾ ഇന്ന് അടുക്കള മൊത്തം ശാന്തമാണ്. രാവിലത്തെ ദോശയും ഇതും കഴിഞ്ഞു. പിന്നെ ഉച്ചതിരിഞ്ഞ് ഒരു കാപ്പി വെച്ചു. അതല്ലാണ്ട് ഭക്ഷണമായിട്ട് ഒന്നും ഞാൻ ഇന്ന് അടുക്കളയിൽ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറം പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുൾ സമയം ഒതുക്കാനും പെറുക്കാനായിട്ട് എടുത്തു. 3 ഭാഗവും നല്ലോണം വെള്ളമൊഴിച്ച് അടിച്ച് കഴുകി ചെടികൾ ഫുൾ നനച്ചു. അത് കഴിഞ്ഞ് ഇവർക്കുള്ള ഭക്ഷണം വെച്ച് കൊടുത്തു. കാരണം ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ലേറ്റാവും. അപ്പോൾ അവർക്ക് വിശക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന് ഇത്തിരി നേരത്തോടെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇടയിൽ പെഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുകയും ചെയ്തില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിന്നില്ല. അപ്പോൾ ഇത് വെച്ച് കൊടുത്തു. ഇനി രാത്രി വേണമെങ്കിൽ വന്നിട്ട് വെച്ച് കൊടുക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇതിവിടെയൊക്കെ ഫുൾ അടിച്ച് കഴുകി ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാവാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഗ്ലാസ് കാപ്പി വെച്ചു. 4 ഗ്ലാസ് കാപ്പി വെച്ച് അവർക്കുള്ളത് ഡോണിനുള്ളത് മൂടി വെച്ചു. ഡാഡിക്ക് അപ്പോൾ പായസം ഞാൻ വെച്ചപ്പോൾ 4 ഗ്ലാസ്സിലാക്കി പകർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈനെ കൊണ്ടാക്കണോടുകൂടി ഡോൺ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടാണ് പോയത്. ഡാഡിയും കുടിച്ചു. എൻ്റെയും ഡിവൈൻ്റെയാണ് ബാക്കി ഇരിക്കുന്നത് കേട്ടോ.
എനിക്ക് സത്യം പറഞ്ഞാൽ നാളെ പപ്പടം കൂട്ടി തിന്നാനൊരു ഇഷ്ടം. എന്തോ അങ്ങനെ ഒരു പൂതി എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നാളെ എന്തായാലും അങ്ങനെ ചെയ്യണം. അപ്പോൾ ജനൽ തുറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ അടുക്കളയിൽ ഇപ്പോൾ ഒരു ജനല തുറക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ പോവാറായപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു വേഗം അത് അടച്ചോ, അല്ലെങ്കിൽ നമ്മൾ മറന്നിട്ട് പോകും. ഇപ്പോൾ ഞാൻ ഒരു പൂച്ച ഇന്നലെ ഞാനിങ്ങനെ ചാക്കോച്ചൻ കിടന്നുറങ്ങുക, ഞാൻ അടുക്കളയിൽ എന്തിനോ പോയി തിരിച്ച് വരുമ്പോൾ ഒരു പൂച്ച കൂളായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എപ്പോഴെങ്കിലുമൊക്കെ കയറി കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ ഈ തുണികൾ ഇട്ടത് ഞാൻ മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ മടക്കി അതാത് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് സെറ്റീമ മടക്കി ദിവാനും മടക്കി വെച്ചു. കാരണം ഇന്ന് അവിടെ അയൺ ചെയ്യണോടത്ത് നിന്ന് മടക്കിയ ചാക്കോച്ചനെ എണീക്കണത് ഞാൻ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ദിവാനും ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് മടക്കിയത്. അപ്പോൾ ഈ ആഴ്ച ഫുള്ള് ഞാൻ വെള്ള നൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നത്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വെള്ള മാത്രം യൂസ് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. വെള്ള നൈറ്റി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളും പ്രാരാബ്ദങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് വെള്ള ഒരു രക്ഷയില്ല, വെളുക്കില്ല. പിന്നെ എന്താ കാര്യം, അപ്പോഴാണ് ഞാൻ പതുക്കെ ലൈറ്റ് ബ്ലൂ ആക്കിയത്. പിന്നെ ഇന്ന കളർന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ബിൻസി ബോംബെയിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും എനിക്ക് കട്ട് വർക്കുള്ള നൈറ്റികൾ കൊണ്ടുവരും. അതൊക്കെ പിന്നെ ഡാർക്ക് ഷെയ്ഡുകളാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെള്ള നീല എന്നുള്ളത് മാറ്റി എല്ലാ കളറും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആരും ഇല്ലാത്ത സമയമാണല്ലോ ഇപ്പോൾ, ഡിവൈൻ കൊച്ചിനെയും കൊണ്ട് മുകളിലേക്ക് പോയി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനെ ഇവിടെ രാവിലെ കിടന്ന കാരണം മെഴുകുതിരി കത്തിച്ചപ്പോൾ അത് കെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കത്തിക്കാമെന്ന് വെച്ച് അത് കത്തിച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് അതൊക്കെ കംപ്ലീറ്റ് അടിച്ച് സെറ്റിമെൽത്തിങ് കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഫുള്ളൊന്ന് എന്താ പറയുക എൻ്റേതായ ഒരു ക്ലീനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസമാണ് ഞാൻ അടുക്കളയിലത്തെ പണി ബഹിഷ്കരിക്കുക എന്ന് പറയും. അതായത് എങ്ങനെ വന്നാലും നമ്മൾ ചോറും കൂട്ടാനും വെക്കാൻ നിൽക്കുമ്പോൾ ഒരു 2 മണിക്കൂർ നമുക്ക് മിസ്സാവും. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഒരു പൊതിച്ചോറ് വാങ്ങി ഞാനും ഡാഡിയും കഴിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം എനിക്ക് പല പണികൾ നടക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു പണി. അപ്പോൾ ഇതേ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ എനിക്ക് പലയിടത്തായിട്ട് ഡാഡിക്ക് ഒതുക്കി വെക്കണം. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇടിവളയുണ്ടല്ലോ, ഇതിൻ്റെ 2x2 വന്നിട്ടുള്ളതാണ്. അതായത് ഒരു മീഡിയം സൈസ് 2x2 എന്ന് പറയുമ്പോൾ വളകളുടെ സൈസിലത്തെ ചെറുത്, കുട്ടികളുടെ അല്ല, തൊട്ട് മുതിർന്ന. അപ്പോൾ ആൺകുട്ടികൾക്കായാലും ഒരു 10-14 വയസ്സായ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ വള യൂസ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മറ്റേ ഇപ്പോഴത്തെ ന്യൂ ബോൺ ബേബീസിൻ്റെയും ഒരു 2.5-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വളകൾ രണ്ടാമത് റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. വലിയ വളകൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ വളകൾ മൊത്തം വന്നതാണ്. പിന്നെ അതെ കുറേ പാറ്റേൺ വളകൾ, ഇതതുപോലെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നല്ല എന്ത് വർക്ക് എന്നാ പറയുക, മാറ്റ് ഫിനിഷിലും വരുന്നുണ്ട്, ഇങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ഈ പൂക്കൾ വൈറ്റ് ഗോൾഡിലും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2-3 പാറ്റേണാണ് അത് വരുന്നത്. ഇത് ദേ പാലക്കയുടെ ഒരു മാല, ഇത് ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്, പ്ലേറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കൊണ്ടുവന്ന സാധനങ്ങൾ വേഗം ഒതുക്കി. അപ്പോൾ കുറേ പേര് എന്നോട് ഇങ്ങനെ ബോൾ ഒറ്റയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോൾ ഒറ്റയ്ക്ക് കിട്ടും, പക്ഷേ നിങ്ങളുടെ മാലയുടെ കൊളുത്തി കൂടെ അങ്ങോട്ട് കയറില്ല. അപ്പോൾ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ആവും. എങ്ങനെയായാലും നമ്മുടെ മാലയുടെ തുമ്പത്തൊരു വട്ടക്കണ്ണി ഉണ്ടാവും. അപ്പോൾ ആ വട്ടക്കണ്ണിയിൽ കൂടെ ഈ ഓട്ട കയറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ബോൾ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബോളിൻ്റെ ലോക്കറ്റ് ചോദിച്ചവരോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കാര്യം. അങ്ങനെ സൂഫിയുടെ മോതിരങ്ങൾ കുറേ എന്താ പറയുക കുറേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കൊണ്ടുവന്നു, പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഒരേ ഭാഗം ക്ലിയർ ആക്കി വന്നു. അങ്ങനെ ദേ ഇവിടെ തോമുട്ടനെ ഇന്ന് അപ്പാപ്പനാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പാപ്പനെ കൊണ്ടുവന്ന് 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഡോൺ വന്നു. അപ്പോൾ പെരുന്നാൾക്ക് പോകാൻ വേണ്ടി തോമുട്ടൻ ഇറങ്ങി വരികയാണ് കേട്ടോ. തോമുട്ടനും ഇറങ്ങി, തോമുട്ടൻ്റെ അമ്മ ഇറങ്ങി, അപ്പനും ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോസ് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം കേട്ടോ. അപ്പാപ്പനും മോനും ഞാനും അപ്പാപ്പനും മോനും ഒക്കെ ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസ് എടുക്കാൻ നിന്നത് തോമോനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവനൊരു പൊടിക്ക് സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് മണ്ണൂത്തിയിലുള്ള ഹോട്ട് ഓവനിൽ കയറി. തെക്കേക്കരയുടെ തന്നെയാണ് ഹോട്ട് ഓവൻ. അവിടെ കയറി അവിടെ നോക്കിയപ്പോൾ കുറേ തരം സ്വീറ്റ്സ് ഇരിക്കണം. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. ആ കൂട്ടത്തിൽ ഞാനും 2 തരം വാങ്ങിയിട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടി വളരെ കുറച്ച്. കാരണം ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ള കാരണം നമ്മൾ ശ്രദ്ധിക്കണ്ടേ. പക്ഷേ
നമ്മൾ ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് തിന്നണം എന്നൊരു കൊതി വരും. അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങി കഴിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ദേ ചേറൂർ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ചേറൂർ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരമാണ് ഓർമ്മ വരിക. സെപ്റ്റംബറിലായിരുന്നു നമ്മുടെ കല്യാണം. അത് കഴിഞ്ഞ് വരുന്ന ജാനുവരി എന്ന് പറയുമ്പോൾ 3 മാസമല്ലേ ഉള്ളൂ. ആ സമയത്താണ് പെരുന്നാളായിരുന്നത്. അങ്ങനെ ഞാനും ഡാഡിയും കൂടി, ഞാനും അമ്മയും കൂടിയിട്ടാണ് തോന്നുന്നുണ്ട് പെരുന്നാൾക്ക് ഫസ്റ്റ്. അതായത് ഞങ്ങൾ ഉച്ചയ്ക്ക് പോവും, രാത്രിയാകുമ്പോൾ ഇവരൊക്കെ വരും. അങ്ങനെ നമ്മൾ തലേ ദിവസം പോകില്ല, അന്ന് പെങ്ങന്മാരുടെ വീട്ടിലേക്കൊക്കെ അങ്ങനെയാണ്. അങ്ങനെ പോയതും ഈ എന്താ പറയുക, ബസ്സിലിരുന്ന് ഇങ്ങനെ പോയ യാത്രയും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് വിമല കോളേജ് കാണിച്ച് തരണത്. അപ്പോൾ അളിയൻ സുശീലേച്ചിയുടെ അളിയൻ ഫ്രാൻസിസ് എന്ന പേര്, പ്രാഞ്ചേട്ടൻ എന്നാ പറയാം. അളിയൻ അവിടുത്തെ സ്റ്റാഫായിരുന്നു വിമലയിലത്തെ കേട്ടോ. അപ്പോൾ ഇപ്പം ഇല്ല, അളിയൻ മരിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് പോയിരുന്നത്. ഇവിടെ ഒരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. നല്ല നല്ല കൊച്ചു കൊച്ചു സാധനങ്ങൾ അന്ന് ആ കടയിൽ കിട്ടുമായിരുന്നു. ഇന്ന് അവിടെ ആ കട ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ചേറൂർ പള്ളി. അപ്പോൾ ഈ ചേറൂർ പള്ളിമൂല എന്ന് പറയും. ആ പള്ളിമൂലയിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിൽ അങ്ങോട്ട് അറ്റത്ത് എത്തണേൻ്റെ തൊട്ട് മുമ്പ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ചേച്ചിയുടെ വീട് കേട്ടോ. ചേച്ചിയുടെ വീടെന്ന് പറയുമ്പോൾ സജീവച്ചൻ്റെ വീട്. അവർ 2 ആൺമക്കളാണ്, സന്തോഷും സജീവും. സന്തോഷിൻ്റെ വൈഫ് ഇവിടെ സ്റ്റാഫാണ്, വിമലയിലെ സ്റ്റാഫാണ്. 3 പെൺമക്കളാണ്, പിന്നെ അച്ഛനും, അങ്ങനെ 2 പേര്. അപ്പോൾ ഇതാണ് അവരുടെ വീട് കേട്ടോ. അപ്പോൾ ഇത് പഴയൊരു തറവാടല്ല, വേറൊരു വീടായിരുന്നു. അതിപ്പോൾ പുതുക്കി പണിതതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ ഇന്ന് 6 അമ്പ് പോയി. അപ്പോൾ ഇത് അവസാനത്തെ ഞങ്ങൾ നിൽക്കുമ്പോഴുള്ള അവസാനത്തെ അമ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ അമ്മ മരിച്ച് 41-ൻ്റെ അന്നാണ് എല്ലാവരും ഇതുപോലെ കൂടിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു കൂടിക്കാഴ്ച എന്ന് പറയില്ലേ, അതായിരുന്നു ഇന്നത്തെ ദിവസം. പഴയ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നേരം പോയത് അറിഞ്ഞില്ല എന്ന് പറയാം. ശരിക്കും പറഞ്ഞ ഒരു 2-3 മണിക്കൂർ പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അപ്പൻ്റെ വീട്ടുകാർ ഒന്നിച്ചു കൂടെ ഇതുപോലെ എവിടെയെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ്. അങ്ങനെ ഞങ്ങളിതേ ഒരു 10:45 ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. അപ്പം നമ്മുടെ ചാക്കോച്ചൻ ദേ അപ്പാപ്പൻ്റെ മടിയിലിരിക്കണു. തോമുട്ടൻ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ അവൻ ഉറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ അവനെ കിടത്താൻ വേണ്ടിയിട്ട് ഡിവൈൻ പോയേക്കാണ്. അപ്പോൾ അപ്പാപ്പൻ്റെ മടിയിലിരുന്നിട്ട് ചാക്കോച്ചൻ ചിരിയും കളിയും വർത്താനം ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടോവിനിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, മറ്റേ തെക്കേക്കരയിൽ അതിതാണ് നല്ല ഹലുവ. നോക്കിയപ്പോൾ നല്ല ഹലുവ. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ തോന്നിയില്ലേ നല്ലൊരു ദിവസം. അപ്പോൾ മെഴുകുതിരി അപ്പം കെട്ട് കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി അതങ്ങോട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ തോമുട്ടൻ്റെ ബർത്ത്ഡേ നാളെയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. ഞാൻ എന്തായാലും ഒരു ചെറിയ വീഡിയോ എടുത്ത് ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.